നോർമൽ പടം കുഴപ്പമില്ല, അത്രേ ഉള്ളൂ. അർജുന അശോകൻ കുഴപ്പമില്ല, പിന്നെ അങ്ങനെ ഭയങ്കര അഭിനയമോ അങ്ങനെയൊന്നുമില്ല, നോർമൽ പടം. അതൊരു കുട്ടികളൊന്നും ഇല്ലാത്തവർക്ക് അതിനെ പറ്റിയൊക്കെ അതാണ് തീം. നേരത്തെ ഒരു വിശേഷം സിനിമ ഇറങ്ങി, വിശേഷമുണ്ടോ എന്ന് ചോദിക്കൂലേ, അതുപോലത്തെ ഒരു തീം. ഓക്കെ, കുഴപ്പമില്ല. തമാശ, ചെറിയ തമാശയൊക്കെ ഉണ്ട്. അർജുന അശോകന്റെ കൂട്ടുകാരായിട്ടൊക്കെ വരുന്നവരുടെ ചെറിയ തമാശ ഉണ്ടായിരുന്നു. ഡബിൾ മീനിങ് അങ്ങനെയൊന്നുമില്ല, വീട്ടിൽ കാണാൻ പറ്റുന്ന സിനിമ. ഒരു ചെറിയൊരു സിനിമ. ആളില്ലേ, ആദ്യം വന്നപ്പോൾ ഷോ ഇല്ല എന്ന് പറഞ്ഞു, പിന്നീട് ഒരു 4-5 പേര് വന്നപ്പോഴത്തേക്ക് ഷോ ഇട്ടു. കണ്ട് ഇനി ചിലപ്പോൾ OTT വരുമ്പോഴത്തേക്ക് ആൾക്കാർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടാൻ ചാൻസ് ആണ്. അല്ലാതെ ഇത് ഭയങ്കരമായിട്ട് ഓടുമെന്നുള്ളത് തോന്നുന്നില്ല. ലാഗ് ഒന്നുമില്ല, ഓക്കെ, അത്രേ ഉള്ളൂ. കോമഡി ആദ്യം കുറച്ച് കോമഡി ഉണ്ട്, പിന്നീട് കുറച്ച് സീരിയസ് ആവുന്നു, സെന്റിമെന്റ്സ് അങ്ങനെ പോകുന്നു, അത്രേ ഉള്ളൂ. നേരത്തെ കണ്ടിട്ടുണ്ട്, ഇതേപോലത്തെ തീം വന്നിട്ടുണ്ട്. ഇച്ചിരി ഒരു ക്ലീഷേഡ് മൂവി പോലെ തോന്നി. ഇച്ചിരി ഫ്ലാറ്റായി പോയി. ന്യൂലി മാരിഡ് കപ്പിൾസ് അവർ കുട്ടികളിന് വേണ്ടി നോക്കുന്നതിന് വേണ്ടിയുള്ളൊരു ഇത് കാണിക്കുന്നൊരു മൂവി. ടെക്നിക്കൽ ആസ്പെക്റ്റിലേക്കൊന്നും പോയിട്ടില്ല. ആ കപ്പിളിൻ്റെ ഒരു സാഡ്നെസ്സിനെ കുറിച്ച് കൂടുതൽ മെൻഷൻ ചെയ്യുന്നു. പിയർ പ്രഷർ, സോഷ്യൽ പ്രഷർ, ഫാമിലി പ്രഷർ കാരണം വരുന്ന ഓരോരോ ബുദ്ധിമുട്ട്. ക്ലീഷേഡ് മൂവിയായി ഇപ്പോൾ എന്ന് വെച്ചാൽ ഇതേ ബേസിസിൽ തന്നെ ഈ ഇടയ്ക്ക് ഇപ്പോൾ വിശേഷം എന്ന് പറഞ്ഞ സിനിമ, പിന്നെ അതിന് മുമ്പേ വേറൊരു സിനിമ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് സിനിമകൾ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ പുതിയതായിട്ട് പറയാനൊന്നുമില്ല. അർജുൻ അശോകൻ ഇല്ല, ഒന്നും പുതിയ ട്രൈ ചെയ്തില്ല. അത് ഇച്ചിരി ടെക്നിക്കലാക്കായിരുന്നു, പക്ഷെ ടെക്നിക്കലാക്കിയില്ല. ആസ് ഇൻ ഇതിൻ്റെ ഒരു പ്രോസസ്സിനെ കുറിച്ച് ഇപ്പം നേരത്തെ സിനിമയിലും വിശേഷത്തിൽ തന്നെ ജോണി ആൻ്റണി ചെയ്ത സെയിം റോൾ തന്നെ ഇതിൻ്റെ അകത്തും വേറൊരു ഡോക്ടറായിട്ട് ചെയ്യുന്നു. സോ ഒരു ഫ്ലാറ്റായി പോയി. പക്ഷേ നീറ്റ് മൂവി, ഫാമിലിക്ക് വന്ന് കാണാം. പക്ഷേ കൂടുതലൊന്നും എടുത്തു പറയാൻ ഇതൊക്കെ രണ്ടുപേരും അവർ മറ്റ് അനഘ എന്നാണ് തോന്നുന്നത്. അത് രണ്ടുപേരും നല്ല, ഞാൻ പറഞ്ഞ പോലെ എടുത്തു പറയത്തക്കത്തോളം ഒന്നും ഇല്ല സിനിമയിൽ. അവരുടെ ഇത് ഡീസൻ്റായിട്ട് ചെയ്തു, എല്ലാവരും റോൾ ഡീസൻ്റ്. സിനിമ വളരെ ഫ്ലാറ്റായി പോയി. അത് അങ്ങനെ മോശം പറയാനൊന്നുമില്ല, പക്ഷേ ഈ ഒരു സമയത്ത് ഇങ്ങനത്തെ ഒരു ക്ലീഷേഡ് ഒരു ഫ്ലാറ്റ് നോട്ടിൽ പോകുന്ന സിനിമ എത്രത്തോളം ഓടുന്നുള്ള കാര്യം മലയാള സിനിമയൊക്കെ ഇപ്പോൾ ഭയങ്കര ക്വാളിറ്റി ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 2020 ഇല്ല, അതിൽ വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു കാറ്റഗറി മൂവിയിൽ വരാൻ പറ്റില്ല. 2025 ആക്ച്വലി സ്പീക്കിംഗ് മലയാളം സിനിമ പണ്ടത്തെ സിനിമയായിരുന്നു ഇച്ചിരി കൂടെ കൂടുതൽ ക്വാളിറ്റി എന്നാണ്. ഇപ്പോൾ ഇച്ചിരി ടെക്നിക്കലി കൂടിയപ്പോൾ നമുക്ക് തോന്നുന്നേ ഉള്ളൂ, ഇച്ചിരി കൂടെ ഷുഗർ കോട്ട് ചെയ്ത് വരുന്ന കാര്യങ്ങളേ ഉള്ളൂ. അല്ലാതെ മലയാളം മൂവി ഓൾവേസ് ബീൻ ക്വൈറ്റ് ഗുഡ്. ഇങ്ങനെ കണ്ടിറങ്ങിയപ്പോൾ ഒരു ഫീൽ എന്താണ്? ഞാൻ ഒരു മൂവി ഓൾറെഡി ഹാഫ് ആൻ അവർ ലേറ്റ് ആയിരുന്നു, എന്നിട്ട് എനിക്ക് സിനിമ പിക്കപ്പ് ചെയ്യാൻ പറ്റി. ഒരാൾ ഫോണിൽ എത്രത്തോളം കോൺസെൻട്രേറ്റ് ചെയ്യുന്നു, സിനിമയിൽ എത്രത്തോളം കോൺസെൻട്രേറ്റ് ചെയ്യുന്നു എന്നുള്ള ഇതാണ്. ഞാൻ ഈ സിനിമയിൽ ഫോണിൽ കൂടുതൽ കോൺസെൻട്രേറ്റ്, എനിക്ക് ഡയലോഗെന്ന് സിനിമ മനസ്സിലാക്കാൻ പറ്റും. ഒരിക്കലും സിനിമ അങ്ങനെ പാടില്ല. നമ്മൾ ഫോൺ മാറ്റി വെച്ചിട്ട് വി ഷുഡ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ആ സ്ക്രീനിൽ. അപ്പോൾ ഐദർ ആക്ടിങ് ഭയങ്കര മികച്ച ആക്ടിങ് ആയിരിക്കണം, അല്ലെങ്കിൽ ഉഗ്രൻ ഡയറക്ഷൻ ആയിരിക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും ക്രൈസിസ് ആണ്. ഈ സിനിമയിൽ ഒരു ക്രൈസിസ് ഇല്ല. ക്രൈസിസ് ക്ലീഷേഡാണ്, എന്ന് വെച്ചാൽ കുട്ടികളില്ലായ്മ. അപ്പോൾ അതിൽ വരുന്ന പല കാര്യങ്ങൾ ക്ലീഷേഡായിട്ട് തോന്നിയുകൊണ്ട് അങ്ങനെ എടുത്ത് പറയത്തൊക്കെ ഒന്നുമില്ല. പക്ഷെ എന്നാലും മോഷൻ സിനിമ ആണെന്ന് വെച്ചാൽ കുഴപ്പം കണ്ടുകൊണ്ടിരിക്കാം. ഒരു ഫാമിലി വന്നിട്ട് എസ്പെഷ്യലി ഈ കുട്ടികളില്ലാത്ത ആൾക്കാർക്ക് ചിലപ്പോൾ റിലേറ്റ് ചെയ്യാൻ പറ്റും. അല്ലാത്ത പക്ഷം ഈവൻ അവർ പോലും റിലേറ്റ് ചെയ്താൽ പോലും എഗെയിൻ അത് ക്ലീഷേഡായിട്ട് തോന്നാൻ സാധ്യത അത്ര. എങ്ങനെയുണ്ട് അർജുന അശോകനും നായികയൊക്കെ ഇവരുടെ കെമിസ്ട്രിയും കാര്യമൊക്കെ? എന്താ പറഞ്ഞു വയ്ക്കുന്ന പടം? ഫുള്ള് കുഞ്ഞിന്റെ ഇതൊക്കെയാണ്. ഇപ്പം ഫുള്ള് നടക്കുന്നതാണല്ലോ കുഞ്ഞുങ്ങളില്ലാതെ. അത് നല്ല രീതിയിൽ വർക്കൗട്ട് ആയിട്ടുണ്ട്. നമുക്ക് ഭയങ്കരമായിട്ട് ഒരു ടച്ച് ചെയ്യുന്ന ഒരു സിനിമ. എന്താ പറയാനുള്ള കൂടുതൽ പറയാനുള്ള സിനിമയെ കുറിച്ച്? കൂടുതലും ഇതന്നെ, നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നതല്ല, നാട്ടുകാരാണ് ഫുള്ള് ഇതാക്കി. അതെ, തമാശ കാര്യമൊക്കെ ഉണ്ടായിരുന്നു.